ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ തൻ്റെ ആണിപ്പാടുള്ള വലതുകരം ഉയർത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന്, പാപപൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന് തമ്പുരാൻ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ക്രിസ്തുമസിന് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം ക്രിസ്തുമസ് ആഘോഷിക്കും. അപ്പോൾ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്രിസ്തുമസ് കുടുംബ ബന്ധങ്ങളെ എത്രത്തോളം ദൃഢമാക്കിക്കൊണ്ട് ആഘോഷിക്കാമോ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞ 4 വീഡിയോകളിലൂടെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ വന്നു പിറക്കുവാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്നും മാതാപിതാക്കൾക്ക് മകനായി അധീനപ്പെട്ട് ജീവിക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുവെന്നും 1-2 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് കർത്താവ് സാന്നിധ്യമായി ഉണ്ടാകുമെന്നും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ, അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധം വിശുദ്ധിയോടും കാത്തുപരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് കുടുംബത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അതിപ്രകാരമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 28-ാം വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. സന്താനപുഷ്ടിയുള്ള ആദ്യത്തെ അനുഗ്രഹമാണ്, ഇവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കും. ആദത്തിനും ഹവ്വായിക്കും ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൽ 1-ാമത്തെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത്. സങ്കീർത്തനം 127:3: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നോക്കുക, ഈ ലോകത്തിലെ മക്കൾക്ക് രക്ഷയ്ക്കായി ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയാണ്. ഇമ്മാനുവേൽ, കൂടെയായിരിക്കുന്ന ദൈവം ഒരു കുഞ്ഞിനെ സമ്മാനിച്ചുകൊണ്ട്, അത് ഏറ്റവും മനോഹരമായ സമ്മാനം. ഈ ലോകത്തിന് കിട്ടിയ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശിശുവാണത്. ആ ശിശുവിൻ്റെ പേര് യേശു എന്നാണ്. അങ്ങനെയെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. ഉദരഫലം ഒരു സമ്മാനം, അത് ദൈവത്തിൻ്റെ സമ്മാനം, ദാനമാണ്. ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്, അത് നമ്മുടെ അവകാശമൊന്നുമല്ല. ദൈവം നമുക്ക് സമ്മാനമായി നൽകുന്ന, ദാനമായിട്ട് നൽകുന്നതാണ് നമ്മുടെ മക്കൾ. ഈ മക്കളെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയാണ് ഇന്നത്തെ ക്രിസ്തുമസ് ചിന്തകൾ നമ്മൾ കടത്തിക്കൊണ്ടു പോവുക. മക്കളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. മക്കളെ ദൈവകരങ്ങളിൽ സ്വീകരിച്ച് ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും. ഒത്തിരിയേറെ ആളുകൾ എന്നെ, കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വേദന പറഞ്ഞുകൊണ്ട് പലരും ഫോൺ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇവരോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനഭാഗമുണ്ട്. സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എൽക്കാന, ഹന്ന, പെനീന എന്ന് പറയുന്ന ആ ഒരു കുടുംബം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരുവളുടെ പേര് പെനീന എന്നും ഒരുവളുടെ ഹന്ന എന്നുമായിരുന്നു. ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ ഹന്ന ദേവാലയത്തിൽ ചെന്ന് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. അവൾക്ക് വളരെ സങ്കടമാണ്, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ സങ്കടം. അപ്പോൾ അവൾ ദേവാലയത്തിൽ ചെന്ന് നടത്തുന്നൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ പ്രത്യേകിച്ച് എല്ലാ അമ്മമാരും ആ പ്രാർത്ഥന അറിഞ്ഞിരിക്കണം. അവൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ടൊരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, അവിടുന്ന് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ. അവർക്ക് ഈ 2 വചനങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ, ഈ 1 സാമുവേൽ 1-ാം അധ്യായം 11-ഉം 28-ഉം വചനം നിങ്ങൾ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. നന്നായിട്ട് എല്ലാ അമ്മമാരും ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട വചനങ്ങളാണ്. 1 സാമുവേൽ 1, 11, 28 ഈ വചനങ്ങൾ. ഇങ്ങനെ അവിടുന്ന് എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ഞാനവനെ അങ്ങേക്ക് സമർപ്പിക്കും, അവൻ അങ്ങയുടേതായിരിക്കും. അവൻ്റെ തലയിൽ ഞാൻ കത്തി തൊടുവിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവനൊരു പുരോഹിതൻ, അസ്രീൻ, ഒരു വ്രതക്കാരനായിട്ട്, ഒരു പുരോഹിതനായി ഞാൻ അവനെ അങ്ങേക്ക് കാഴ്ചവെക്കും. അവൻ എന്നും അങ്ങയോട് കൂടിയായിരിക്കും, എന്നും അങ്ങയോട് കൂടിയായിരിക്കും. നോക്കുക, ദൈവകരങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക, സമ്മാനമായിട്ട് സ്വീകരിക്കുന്നു. എന്നിട്ട് അമ്മ പറയുന്ന ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നോക്കിക്കേ, ദൈവമാണ് തന്നത്. ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിട്ട് ദൈവം പറയുകയാണ്, നീ എനിക്കിതിനെ ഒരു ബലിയായിട്ട് സമർപ്പിക്കുക.
ഒരുപക്ഷെ ഈ ഹന്നായിക്ക് ആ ഒരു അനുഭവം അറിയാമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇവൾ പറയുന്നത്, ദൈവമേ അവിടുന്ന് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ അങ്ങേക്ക് സമർപ്പിക്കും. അവനെന്നും അങ്ങയുടേതായിരിക്കും, അങ്ങയുടെ കൂടെയായിരിക്കും. അവനെ ഒരു പുരോഹിതനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. ഒരു നാസറീൻ വ്രതക്കാരനായി ഞാൻ അവനെ അങ്ങേക്ക് സമർപ്പിക്കും. മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ പരിണാമം ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ബൈബിളിൽ ഏറ്റവും വലിയ പ്രവാചകനായ സാമുവേൽ പ്രവാചകനെയാണ് കിട്ടുന്നത്. നോക്കുക, ഒരമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ദാഹത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥന, ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ നിസ്വാർത്ഥമായിട്ട് തരുന്ന കുഞ്ഞിനെ ദൈവമേ നിനക്ക് തന്നെ തിരിച്ചു തരാമെന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടി, ഒരുപക്ഷെ അബ്രാഹത്തിൻ്റെ സന്തതികൾക്കുണ്ടായിരിക്കേണ്ട സമർപ്പണം, അബ്രാഹം തന്നെ മകനെ സമർപ്പിച്ചതുപോലെയുള്ളൊരു സമർപ്പണം, ആ സമർപ്പണത്തോടു കൂടി കുഞ്ഞിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ബൈബിളിലെ ഏറ്റവും വലിയ പ്രവാചകനായി മാറുകയാണ് സാമുവേൽ പ്രവാചകൻ. ഇതാണ് വിശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന അമ്മമാർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത്. വലിയ ഒരു അത്ഭുതമാണത്, വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണോ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, കുഞ്ഞുങ്ങൾ ഉദരത്തിൽ രൂപമെടുത്തു കഴിഞ്ഞ് പല സ്ത്രീകളും എന്താ പറയുന്നത്, ഛർദ്ദിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞുങ്ങളുണ്ടായെന്നുള്ള കാര്യം തന്നെ, വയറ്റിൽ കുഞ്ഞായി എന്നുള്ള കാര്യം തന്നെ. ഛർദ്ദിക്കുമ്പോൾ അറിയുന്ന കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് തുപ്പിയിട്ട് പിന്നീട് കടന്നു പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതായത് കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം, ദൈവത്തോട് ചോദിക്കണം, എനിക്ക് ദൈവമേ വിശുദ്ധനായൊരു കുഞ്ഞിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വേണം കുഞ്ഞുങ്ങളെ നേടാനായിട്ട്. പ്രാർത്ഥിച്ച് അങ്ങനെ നേടുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് തീരും. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടും മാതാപിതാക്കൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദൈവകരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ലേ കാലഘട്ടത്തിൽ. രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകത്തിലെ 15-ാം അധ്യായം 3-ാം വാക്യമാണ്. അത് പറയുന്നത് എങ്ങനെയാണ്? അബിയാം രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബിയാം എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇപ്രകാരമാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, അബിയാം അവൻ്റെ പിതാവിൻ്റെ പാപങ്ങളിൽ അവന് ഏർപ്പെട്ടു. ഹിന്ദി ബൈബിളിൽ വളരെ മനോഹരമായിട്ട് ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകുന്ന, വളരെ അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ്, അബിയാമിനെ വഹി കുകർമ്മ കിയെ ജോ ഉസ്കാ പിതാ ഉസ്കെ പഹലെ കർ ചുകാ താ. അബിയാം അവൻ്റെ പിതാവ് അവന് മുമ്പേ ചെയ്ത അതേ പാപങ്ങളിൽ വ്യാപരിച്ചു. നമുക്ക് മക്കൾ മാതാപിതാക്കളിൽ നിന്നാണ് പല കാര്യങ്ങളും പഠിക്കുക. മാതാപിതാക്കളിൽ പള്ളിയിൽ പോകുന്നവരല്ലെങ്കിൽ മക്കളും പോകത്തില്ല. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരല്ലായെങ്കിൽ മക്കളും പ്രാർത്ഥിക്കത്തില്ല. എന്നവർക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, മദ്യപിച്ച് ലക്കുകെട്ട അപ്പൻ ആഗ്രഹിക്കുന്നത് മകൻ പാല് കുടിക്കണമെന്നാണ്. സംഭവിക്കുമോ? മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്ന മാതാപിതാക്കൾ, അപ്പൻ്റെ മക്കൾ കുറച്ച് കഴിയുമ്പോൾ മദ്യപിക്കും, പിന്നെ അവൻ കഞ്ചാവും കൂടെ വലിക്കാൻ തുടങ്ങും. അതിനേക്കാൾ കൂടുതൽ അവൻ ചെയ്യും. മോഷണവും നുണപറച്ചിലും ശൈലിയാക്കി മാറ്റിയ മാതാപിതാക്കൾ അവരാഗ്രഹിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി തീരണമെന്നാണ്. മോഷണവും കള്ളത്തരങ്ങളും നുണപറച്ചിലുമൊക്കെ ജീവിതശൈലിയാക്കി മാറ്റിയ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണെന്നറിയോ? അവരുടെ മക്കൾ വിശുദ്ധരാകണമെന്നാണ്. നടക്കുമോ? നിങ്ങൾ ഏത് ജീവിതശൈലിയിലാണോ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പോകും. കാരണം നിങ്ങളെ കണ്ടാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുന്നവരെ തടയരുത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റായ ജീവിതശൈലി കൊണ്ട് ദൈവം നൽകിയ ദാനമായ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നതിന്, ദൈവസന്നിധിയിലായിരിക്കുന്നതിന് തടസ്സമായിട്ട് വരരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വിശുദ്ധ ജീവിതം കണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് തീരേണ്ടത്. ഒരു മോഡലായിട്ട് മാറുകയാണ് വേണ്ടത്. പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾ തന്നെയാണ്. എന്നോടൊന്നും തോന്നരുത്, വളരെ വ്യക്തമാണത്. മാതാപിതാക്കളുടെ വിശ്വാസരാഹിത്യം, മാതാപിതാക്കളുടെ വിശുദ്ധിയില്ലായ്മ, മാതാപിതാക്കളുടെ വിശ്വാസമില്ലായ്മ, മാതാപിതാക്കളുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ, ലഹളകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാമാണ് മക്കൾ വഴിതെറ്റി പോകുവാനായിട്ട് കാരണം. എന്നും കലഹവും വഴക്കും തമ്മിത്തല്ലും അസ്വസ്ഥതയുമായിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും അവൾ പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ മറ്റ് ഏതെങ്കിലും ഒരു യുവാക്കന്മാരിൽ അവൾ സ്നേഹവും ആശ്രയവും കണ്ടെത്തും. ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
കാരണം ലഭിക്കാത്ത സ്നേഹവും ശാന്തതയും സ്വസ്ഥതയും അന്വേഷിച്ച് കുഞ്ഞുങ്ങൾ പോകും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ അവരുടെ ജീവിതം തകർത്ത് കളയുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്ന് എനിക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ക്രിസ്തുമസിന് നിങ്ങൾ ധ്യാനിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തന്ന ദൈവം നിങ്ങൾ ആഗ്രഹിച്ചാണോ നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ നേടിയത്? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണോ നേടിയത്? ഇനി അങ്ങനെയല്ല എങ്കിൽ ഇപ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അവരെ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ട് മക്കളെ. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ മറ്റൊരു കഥയുണ്ട്. അത് ഈ സാമുവേലിൻ്റെ ജന്മത്തിൻ്റെ കഥയ്ക്ക് അപ്പുറം ഒരു ബദലായിട്ടുള്ളൊരു കഥയാണ്. അത് ഏലി പ്രവാചകനെക്കുറിച്ചുള്ള കഥയാണ്. ഏലി പ്രവാചകൻ്റെ മക്കൾ 2 മക്കളാണ് ഉണ്ടായത്. 2 മക്കളും പുരോഹിതരായിരുന്നു, കൊച്ചച്ചന്മാരായിരുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ ആകപ്പെട്ടിരുന്നവരാണ്. അവർ ദേവാലയത്തിൽ കാണിച്ചു കൂട്ടിയ തിന്മകൾ അത് കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ ആ നിമിഷം എന്താ സംഭവിച്ചെന്നറിയോ? ഇവർ ദേവാലയത്തിൽ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഏലിയുടെ മക്കൾ, മഹാപുരോഹിതനായ ഏലിയുടെ മക്കൾ, കൊച്ചച്ചന്മാർ, അവരുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരുന്നു വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. 4 പ്രധാനപ്പെട്ട പാപങ്ങളാണ് അവർ ചെയ്യുക. കാരണം ഏലി ഒരു പക്ഷേ പ്രാർത്ഥിച്ചൊന്നും കിട്ടിയ മക്കളായിരിക്കണം നിർബന്ധമില്ല. ഇനി എന്തുകൊണ്ടാണ് ഒരു പുരോഹിതനായ ഏലി, അപ്പൻ വലിയ മഹാപുരോഹിതൻ്റെ മക്കളായ ഈ അച്ഛന്മാർ ഇങ്ങനെയൊക്കെ ആയി പോകുന്നതെന്നുള്ളത് ഈ മഹാപുരോഹിതനും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അച്ഛന്മാരെക്കുറിച്ചും നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അവർ ചെയ്ത സാമുവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പൻ്റെ വാക്കുകൾ നിന്ദിച്ച് ജീവിച്ചു. അവർ അവരുടെ അപ്പൻ്റെ വാക്കുകളെ അനുസരിച്ചില്ല. 1-ാമത്തെ പാപം അനുസരണക്കേട്. ഇന്നത്തെ പൗരോഹിത്യത്തെ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ മാരകമായ പാപമാണ് അനുസരണമില്ലായ്മ. അപ്പനെ അനുസരിക്കാത്ത മക്കൾ, അപ്പനെ അനുസരിക്കത്തില്ല, അവനെ എന്ത് കാരണം വന്നാലും അനുസരിക്കത്തില്ല. അപ്പനെ വെല്ലുവിളിക്കുന്ന മക്കൾ, അപ്പനെതിരെ കേസ് കൊടുക്കുന്ന മക്കൾ. പൗരോഹിത്യത്തിൽ കുടുംബങ്ങളിൽ മാത്രമല്ല, കുടുംബങ്ങളിലുണ്ട് അങ്ങനെ പൗരോഹിത്യത്തിൽ. 2-ാമത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ബലി അവർ അശ്രദ്ധയോടെ അർപ്പിച്ചു. ബലി അർപ്പണത്തെ, പരിശുദ്ധ കുർബാനയെ സമരമുഖമായിട്ട് ഉപയോഗിക്കുന്ന പുരോഹിതർ, സമരായുധമായി ഉപയോഗിക്കുന്ന പുരോഹിതർ, മ്ലേച്ഛമായ പാപം. ഈ പാപത്തിലേക്ക് ചെന്ന് വീഴുകയാണ് പൗരോഹിത്യം. ഏലിയുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ അച്ഛന്മാരെക്കുറിച്ചായിരിക്കണം നിർബന്ധമില്ല. ഇനി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ യാദൃശ്ചികം മാത്രം. മനസ്സിലായല്ലോ. അപ്പോൾ ഏലിയുടെ പുത്രന്മാരുടെ ഭാവമാണ് ഞാനീ പറയുന്നത്. അവർ കർത്താവിൻ്റെ ബലിയെ അത്രത്തോളം അശ്രദ്ധയോടെ വീക്ഷിച്ചു. 3-ാമത്തെ പാപം അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് കർത്താവിന് ജനമർപ്പിച്ച സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ ഭൂരിഭാഗം, മേജർ പാർട്ട് അവർ എടുത്തുകൊണ്ടുപോയി. തങ്ങളുടേതല്ലാത്ത, അതായത് സഭയുടെ സമ്പത്ത് ഒരു കാരണവശാലും ഒരു പുരോഹിതൻ്റെ സമ്പത്തല്ല. ദൈവജനം സമർപ്പിച്ച സമ്പത്ത്, അത് പൊതുവായിട്ടുള്ള സമ്പത്ത്. ആ പൊതുവായിട്ട് സമ്പത്തിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമുള്ളത് എടുക്കാൻ പുരോഹിതന് അവകാശമുണ്ട്. ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എന്നാൽ ഈ സമ്പത്തിനെ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് അടയാളങ്ങൾ സഹിതം പറഞ്ഞു വയ്ക്കുകയാണ്. സമ്പത്താണ് ഇന്ന് പുരോഹിതരെ നശിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. സമ്പത്ത് കുന്നുകൂടി കഴിയുമ്പോൾ എല്ലാ പാപവും അതിനോടൊപ്പം തന്നെ ചേരുകയാണ്. ഈ സമ്പത്തങ്ങ് എടുത്തു മാറ്റിയാൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. പല രൂപതകളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം സമ്പത്താണ്. സമ്പത്തില്ലാതെ വന്ന വഴക്കെല്ലാം തീർന്നോളും. ഉള്ള കഞ്ഞിയും കുടിച്ച് എവിടെയെങ്കിലും കിടന്നോളും. അതാണ്. അപ്പോൾ ഈ സമ്പത്ത് മാറിപ്പോകാൻ വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം ഇല്ലാണ്ടാകും. 4-ാമത്തെ പാപം കർത്തൃസന്നിധിയിൽ അവർ വ്യഭിചാരം ചെയ്തു എന്നുള്ളത്. കർത്തൃസന്നിധിയിൽ, അതായത് പുരോഹിതർ ജീവിക്കുന്നത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ദേവാലയത്തിൻ്റെ പ്രമീസ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. ആ ദൈവ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് വ്യഭിചാരം ചെയ്തു. എൻ്റെ മക്കളെ, കൊറോണ പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെ ഇന്ന് പൗരോഹിത്യത്തെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുക. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: അനുസരണമില്ലായ്മ, വ്യഭിചാരം, സമ്പത്ത് ലൂട്ട് ചെയ്യുക, കള്ളത്തരങ്ങൾ കാണിക്കുക, പണത്തിൽ ക്രമക്കേട് കാണിക്കുക,
കർത്താവിന് അർപ്പിക്കേണ്ട ബലി അശുദ്ധിയോടുകൂടി അർപ്പിക്കുക, സ്വാർത്ഥതയോടുകൂടി അർപ്പിക്കുക, കർത്താവിനെ നിന്ദിക്കുന്ന രീതിയിൽ ബലിയർപ്പിക്കുക, സഭ അനുശാസിക്കുന്നതല്ലാത്ത ബലി സമരമുഖമായിട്ട് അർപ്പിക്കുക. ഇങ്ങനെയുള്ള മാരകമായ മ്ലേച്ഛകരമായ തിന്മയിൽ അകപ്പെട്ടു. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ഈ ഏലിയുടെ 2 പുത്രന്മാരും കൊല്ലപ്പെട്ടു, ക്രൂരമായി കൊല്ലപ്പെട്ടു. ഇപ്രകാരം ചെയ്യുന്ന പുരോഹിതരുടെ അന്ത്യം നിത്യനരകമാണെന്ന് വളരെ വ്യക്തമാണ്. സാധാരണ ജനത്തിന് പാപമുണ്ടായാൽ, തെറ്റുണ്ടായാൽ അവർക്ക് ക്ഷമ കർത്താവ് വീണ്ടും ഒരുപക്ഷെ കൊടുക്കുമായിരിക്കാം. പക്ഷേ പൗരോഹിത്യം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവന് അവന് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നീടൊരു ബലിയില്ല എന്ന് എബ്രായ ലേഖനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാപമാണെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി പാപം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നീടൊരു ബലിയില്ല, പിന്നീടൊരു കരുണയില്ല, പിന്നീടൊരു സ്നേഹമില്ല, പിന്നീടൊരു പൊറുതിയൊന്നുമില്ല. അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുക. വലിയ നാശത്തിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ മക്കൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾ മാതാപിതാക്കളോടാണ് സംസാരിക്കുക. എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു പോയിട്ടുള്ളവരാണ് എങ്കിൽ മുട്ടുമ്മൽ നിന്ന് പ്രാർത്ഥിക്കണം. ഈ 4 മഹാമാരികൾ ആ മക്കളുടെ ജീവിതത്തെ സ്പർശിക്കരുതേ എന്ന്. അവർക്ക് ചുറ്റും ജപമാലയുടെ മുത്തുമണികൾ കൊണ്ട് ഒരു വേലി കെട്ടാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ മുട്ടുമ്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. മുട്ടിൽ തഴമ്പുണ്ടാകട്ടെ, ശക്തമായിട്ട് തഴമ്പുണ്ടാകട്ടെ. ഈ നാളുകളിൽ, ഈ ക്രിസ്മസിന് നിങ്ങളുടെ മക്കൾ പുരോഹിതരാണെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ആളുകളും നിങ്ങൾ ഇടവക വികാരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 4 മേഖലകൾ അവരെ നിത്യനരകത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. യാതൊരു സംശയവുമില്ല. ഇതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. അപ്പോൾ ഈ ക്രിസ്തുമസ് ദിനം നമ്മൾ ഒരുങ്ങേണ്ടത്, നമ്മൾ മാതാപിതാക്കൾ ഒരുങ്ങുന്നു, അതോടൊപ്പം തന്നെ മക്കളെ ഒരുക്കുന്നു. മക്കളെ ദൈവസന്നിധിയിലേക്ക് അയച്ചു. ദൈവം നൽകിയ സമ്മാനമാണ് ഇമ്മാനുവേൽ. കൂടെയുള്ള ദൈവം ഒരു മകനായി നൽകുന്നു. മക്കളെ നൽകിയത് ദൈവമാണ്, ദൈവദാനമാണ് മക്കൾ. ആ മക്കളെ ദൈവത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അവരെൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത്. അവർക്ക് മാർഗദംശമായി നിൽക്കരുത്. അവരെ തടയുന്നത് നിങ്ങളുടെ ജീവിത ശൈലിയാണ് എങ്കിൽ, അവരെ തടയുന്നത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ് എങ്കിൽ, അത് മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മദ്യപാനികളായ അപ്പന്മാർ അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. പരദൂഷണത്തിൻ്റെയും സകലവിധ ദൂഷ്യങ്ങളുടെയും തിന്മയിലകപ്പെട്ടിരിക്കുന്ന അമ്മമാരുണ്ട് എങ്കിൽ, അശുദ്ധിയോട് കൂടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് സാധിക്കണം. മക്കളെ ഓർത്തെങ്കിലും, സ്വന്തം മക്കൾ ദൈവകരങ്ങളിൽ സ്വീകരിച്ച മക്കൾ, ദാനമായി ലഭിച്ച മക്കളെ ഓർത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് ഇമ്മാനുവേലിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ തന്നെ കണ്ടുകൊണ്ട് നന്നായിട്ട് നമുക്കൊന്നൊരുങ്ങാം. നിങ്ങളുടെ പുൽക്കൂടുകളിൽ നിങ്ങളെ തന്നെ മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും സ്ഥാനത്ത് വയ്ക്കുക. നിങ്ങളുടെ നടുവിൽ നിങ്ങളുടെ മക്കളെ ചേർത്ത് വയ്ക്കുക. ഇതാണ് യഥാർത്ഥ പുൽക്കൂട്. ഇവിടെയാണ് ദൈവം ജനിക്കുന്നത്. കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിയോടുകൂടി വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടവരട്ടെ. പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും തിരുസഭയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ പിതാവിൻ്റെ വിശുദ്ധ പാതിരേപ്പീഠ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും പ്രത്യേക മതശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.